എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ തുക കിട്ടിയ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില അറിയിപ്പുകൾ, കൂടാതെ 1 മാസത്തെ തുക മാത്രം കിട്ടിയ ആളുകൾ, കൂടാതെ ചില തുക അല്ലെങ്കിൽ കുറച്ച് തുക കുറച്ച് കിട്ടിയ ആളുകൾ, ഏകദേശം 1600 രൂപയിൽ ഏകദേശം 1300 1400 1200 ഒക്കെ കിട്ടിയ ആളുകൾ, ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകൾ. പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള തുക വിതരണം ഉണ്ടാകും എന്നുള്ള ചില സൂചനകൾ വന്നിരിക്കുകയാണ്. ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. 2 മാസത്തെ കുടിശ്ശിക പെൻഷനാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ വിതരണം കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിക്കുകയും പലരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് 3200 രൂപ, 1600 രൂപ വീതമുള്ള 2 ഗഡു തുക, അത് ഒരുമിച്ച് കിട്ടിയവരുണ്ട്. അല്ലെങ്കിൽ ആദ്യം ഒരു 1600 രൂപയുടെ ഒരു ഗഡു കിട്ടി, അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം 1600 രൂപ കിട്ടിയ ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ, കൂടാതെ തുക കിട്ടാത്ത ആളുകൾ, ഈ തുക കിട്ടാത്ത ആളുകളോട് ആദ്യം പറയാം, ഈ ഒരു പെൻഷൻ വിതരണം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രോസസ്സാണ്. കൈകളിലേക്കൊക്കെ തുക കിട്ടുന്നത് ഒരുപക്ഷെ കുറച്ച് താമസിച്ചേക്കാം, പക്ഷെ വിഷുവിന് മുമ്പാകെ തന്നെ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിച്ച് അതിന്റെ അവസാന സ്റ്റേജിലാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ തുക എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് പരിശോധിക്കുക. ഫോണിൽ മെസ്സേജ് ആയിരിക്കും പലരും ശ്രദ്ധിക്കുന്നത്. ബാങ്കിൽ നേരിട്ട് ചെന്ന് അക്കൗണ്ട് പരിശോധിക്കുകയും ചെയ്യുക. പല ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട്, ഫോണിൽ മെസ്സേജ് വന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്കുകളിൽ നേരിട്ട് ഇന്ന് പരിശോധിക്കുക, തുക എത്തിയിട്ടുണ്ടാവും. കൈകളിലേക്കുള്ള വിതരണവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അവസാനിക്കും. എല്ലാവർക്കും തന്നെ തുക കിട്ടും. കൂടാതെ തുക കുറച്ച് കിട്ടുന്ന ആളുകളുണ്ട്. ഈ ഒരു 3200 രൂപ ലഭിക്കുന്നിടത്ത് 2800 രൂപ 2600 രൂപയൊക്കെ കിട്ടുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. അതും ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെയാണ് ഇതിന്റെ പുറകിന് തന്നെ അടുത്ത 1 മാസത്തെ തുക കൂടി വിതരണം ചെയ്യാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ കടമെടുക്കുവാനുള്ള ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ കടമെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ലോക്സഭാ ഇലക്ഷനൊക്കെ മുന്നോടിയായി തന്നെ തുക കൂടുതലായിട്ട് വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് അത് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകളാണ് വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 26-ാം തീയതിക്ക് മുമ്പാകെ, ഒന്നെങ്കിൽ 23-ഓ 24-ഓ ഒക്കെ തീയതിയായിട്ട് നിങ്ങൾക്ക് 1 മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടെ ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ നിങ്ങൾക്ക് 4800 രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുക. നിലവിലത്തെ 2 മാസത്തെ തുക, ഇത് കൂടാതെ തന്നെ 1 മാസത്തെ തുക കൂടി. ഇത് കൂടാതെ കഴിഞ്ഞ മാസത്തെ കൂടുമ്പോൾ ഏകദേശം 6400 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എത്തും എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളൊക്കെ മുൻപ് തന്നെ നൽകിയിരുന്നതാണ്. അത് തന്നെ ആയാലും ഈ ഒരു 3200 കിട്ടിയ ആളുകൾക്ക് ഇതിന്റെ പുറകിനായിട്ട് വീണ്ടും വരികയാണ് 1600 രൂപ. ഇതിന്റെ സാധ്യതകൾ തന്നെയാണ് നിലവിലത്തെ അവസ്ഥയിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പോലും മനസ്സിലാകാത്ത ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കുവാൻ വേണ്ടി നമ്മുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകാം. അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകമായിട്ട് അറിയിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.